5ാം ക്ലാസ്സിലെ തജ്വീദിലെ 6ാമത്തെ പാഠം. പാഠം 6, ഹംസത്തുൽ ഖത്അ. ഹംസ രണ്ട് വിധത്തിലുണ്ട്: ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്അ. ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ വിശദമായി പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠത്തിൽ ഹംസത്തുൽ ഖത്അനെ കുറിച്ച് വിശദമായി പഠിക്കാം. ഹംസത്തുൽ വസ്ൽ എന്നാൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ. ഇനി ഹംസത്തുൽ ഖത്അ എന്താണെന്ന് നോക്കാം. ചേർത്തി ഓതുമ്പോൾ മൊഴിയാത്ത ഹംസയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഹംസയാണ് ഈ പാഠത്തിൽ ഉള്ളത്. താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ വായിക്കാം. ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇസ്മുഹു അഹ്മദ്. ഇസ്മുഹു അഹ്മദ്. ഇസ്മുഹു എന്ന് വഖഫ് ചെയ്യുമ്പോൾ അഹ്മദ് അഹ്മദ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ ഇസ്മുഹു അഹ്മദ് എന്ന് ചേർത്തി ഓതുമ്പോഴും അഹ്മദ് എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഫി അഹ്സനി തഖ്വീം എന്ന് ചേർത്തി ഓതുമ്പോഴും അഹ്സനി തഖ്വീം എന്ന് അഹ്സനി തഖ്വീം എന്ന് തുടങ്ങുമ്പോഴും അഹ്സനി എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. വ അഖീമു ഉജൂഹക്കും ഇത് ചേർത്തി ഓതുമ്പോഴും അഖീമു എന്ന് തുടങ്ങുമ്പോഴും ഹംസയെ ഉച്ചരിക്കുന്നു. മാലികി യൗമിദ്ദീനി ഇയ്യാക. മാലികി യൗമിദ്ദീൻ എന്ന് വഖഫ് ചെയ്ത് ഇയ്യാക എന്ന് തുടങ്ങുമ്പോഴും മാലികി യൗമിദ്ദീനി ഇയ്യാക എന്ന് ചേർത്തി ഓതുമ്പോഴും ഹംസയെ ഉച്ചരിക്കുന്നു. അതായത് ചേർത്തി ഓതുമ്പോഴും തുടങ്ങുമ്പോഴും ഹംസയെ ഉച്ചരിക്കുന്നു. ഈ ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. ഈ ഉദാഹരണങ്ങളിൽ ചേർത്തി ഓതുമ്പോഴും അതുകൊണ്ട് തുടങ്ങുമ്പോഴും ഹംസയെ ഉച്ചരിക്കുന്നു. ചേർത്തി ഓതുമ്പോഴും ഹംസയെ ഉച്ചരിക്കുന്നു, അതുകൊണ്ട് തുടങ്ങുമ്പോഴും ഹംസയെ ഉച്ചരിക്കുന്നു. ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. ഇസ്മുഹു അഹ്മദ് എന്ന് പറയുമ്പോഴും അഹ്മദ് എന്ന് മാത്രം പറയുമ്പോഴും അഹ്മദിലെ ഹംസയെ ഉച്ചരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയും. ഇതിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. തദ്രിബാത്ത്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1. താഴെ കൊടുത്തവയ്ക്ക് 3 വീതം ഉദാഹരണം പറയാം. ഒന്നാമത്തെ ഹംസത്തുൽ വസ്ൽ. അതിന് 3 ഉദാഹരണം. അതിൻ്റെ ഉത്തരം അൽ യൗമ ഇദ്ഹബ് ഇബ്നു മറിയമ ഇംറത്തു ഫിറഔന. അൽ യൗമ ഇദ്ഹബ് ഇബ്നു മറിയമ ഇംറത്തു ഫിറഔന. ഇതിൽ നിന്നും 3 എണ്ണം എഴുതിയാൽ മതി. ഹംസത്തുൽ വസ്ൽ എന്ന പാഠത്തിൽ നിന്ന് ഹംസത്തുൽ വസ്ലിന് 3 ഉദാഹരണം എഴുതാം. 2. ഹംസത്തുൽ ഖത്അ. ഹംസത്തുൽ ഖത്അന് 3 ഉദാഹരണം എഴുതാം. അഹ്മദ്, അഹ്സനി, അഖീമു, ഇയ്യാക. അഹ്മദ്, അഹ്സനി, അഖീമു, ഇയ്യാക. ഇതിൽ നിന്നും
3 ഉദാഹരണം എഴുതാം. 2. ഹംസയെ വേർതിരിക്കാം. ഹംസത്തുൽ വസ്ലാണോ ഹംസത്തുൽ ഖത്ത് ആണോ എന്ന് എഴുതാം. ഒന്നാമത്തെ അംലം തുൻദിർഹും. അംലം തുൻദിർഹും. അതിൻ്റെ ഉത്തരം ഹംസത്തുൽ ഖത്ത്. ഇത് അം എന്നതിലെ ഹംസ ഉച്ചരിക്കുന്നു. തുടക്കത്തിൽ വരുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉച്ചരിക്കുന്നു. ഹംസത്തുൽ ഖത്ത്. 2. ഇദാ ജാഅ നസ്റുല്ലാ. ഇദാ എന്നതിലെ ഹംസയെ ഉച്ചരിക്കുന്നു. അത് ഖത്ത് ആണ്. ഹംസത്തുൽ ഖത്ത് ആണ്. 3. റബ്ബനഫ്തഹ് ബൈനനാ. റബ്ബനഫ്തഹ് ബൈനനാ. ഇതിലെ ഹംസയെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുന്നില്ല, എന്നാൽ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നു. ഇത് ഹംസത്തുൽ വസ്ലാണ്. 4. അൽ ഖാരിഅ. അൽ ഖാരിഅ. ഇതിലെ ഹംസയെ ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിൽ വരുമ്പോഴും ഉച്ചരിക്കുന്നു. ഹംസത്തുൽ ഖത്ത്. 5. ഖുൽ ഔദു ബിറബ്ബിൽ ഫലക്. ഔദു. ഇതിലെ ഹംസയെ ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിൽ വരുമ്പോഴും ഉച്ചരിക്കുന്നു. ഹംസത്തുൽ ഖത്ത്. 6. അൽഹംദുലില്ലാ. ഇതിലെ ഹംസയെ അൽ എന്നതിലെ ഹംസയെ ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിൽ വരുമ്പോഴും ഉച്ചരിക്കുന്നു. ഇത് ഹംസത്തുൽ ഖത്ത് ആണ്. 7. അൻഅംത അലൈഹിം. അൻഅംത. ഇതിലെ ഹംസയെ തുടക്കത്തിൽ വരുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉച്ചരിക്കുന്നു. ഇത് ഹംസത്തുൽ ഖത്ത് ആണ്. യോജിപ്പിക്കാം. ഒന്നാമത്തെ ഫിൽ ഖത്ലൽ ഹുറു ബിൽ ഹുരി. ഫിൽ ഖത്ലൽ ഹുറു ബിൽ ഹുരി. ഇവിടെ ഹംസ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുന്നില്ല, തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നു. ഇത് ഹംസത്തുൽ വസ്ലാണ്. 2. ഔദു ബില്ലാ. ഔദു എന്നതിലെ ഹംസയെ ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിൽ വരുമ്പോഴും ഉച്ചരിക്കുന്നു. ഹംസത്തുൽ ഖത്ത് ആണ്. 3. വസ്തഅഫിർഹു. വസ്തഅഫിർഹു. ഇതിലെ ഹംസയെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുന്നില്ല, എന്നാൽ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നു. ഇത് ഹംസത്തുൽ വസ്ലാണ്. അടുത്തത് ഉത്തരം എഴുതാം. 1. ഹംസ എത്ര വിധം ഏതെല്ലാം. ഹംസ എത്ര വിധം ഏതെല്ലാം. അതിൻ്റെ ഉത്തരം 2 വിധം. ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്ത്. അതിൻ്റെ ഉത്തരം 2 വിധം. ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്ത്. 2. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്. അതിൻ്റെ ഉത്തരം ഹംസത്തുൽ വസ്ലിൻ്റെ പാഠത്തിൽ നിന്നാണ് നോക്കി എഴുതേണ്ടത്. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. അതിൻ്റെ ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. 3. ഹംസത്തുൽ ഖത്ത് എന്നാൽ എന്ത്. മൂന്നാമത്തെ ചോദ്യം, ഹംസത്തുൽ ഖത്ത് എന്നാൽ എന്ത്. അതിൻ്റെ ഉത്തരം തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. ഹംസത്തുൽ ഖത്തിന്റെ ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.